നന്നായിട്ട് നിറഞ്ഞിരിക്കുന്ന കപ്പിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് എന്തായിരിക്കും സംഭവിക്കുക? അതിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് താഴോട്ട് വീഴും അല്ലെ? അത് കൂടാതെ നമ്മൾ ഈ ഒഴിക്കുന്ന കപ്പ് എംപ്റ്റി ആവുകയും ചെയ്യും. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത്. നമുക്കായിട്ട് ഒന്നും ചെയ്യാതെ എല്ലായ്പ്പോഴും നമ്മൾ മറ്റുള്ളവർക്കായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം നമ്മൾ എംപ്റ്റി ആവുകയും ചെയ്യും. അതിപ്പോ സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും റെസ്പെക്ടിന്റെ കാര്യത്തിലാണെങ്കിലും കെയറിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളെ ഫില്ല് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ മറ്റൊരാളെ ഫില്ല് ചെയ്യാൻ പോവാവുള്ളൂ. അതായത് ശരിക്കും നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണ് എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം നമുക്കുള്ളത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോ സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും റെസ്പെക്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യാനും സാധിക്കുള്ളൂ. സോ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോ ഇന്ന് തൊട്ട് ഒരു കാര്യം മനസ്സിലാക്കാം, പീസ് എന്ന് പറയുന്നതും ഹാപ്പിനെസ് എന്ന് പറയുന്നതും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി